ഞെട്ടിക്കുന്ന സംഭവമാണ്. സാധാരണ നിലയിൽ കേൾക്കുമ്പോൾ അവിശ്വസനീയം എന്ന് തോന്നുന്ന സംഭവമാണ്. ഭ്രാന്തമായ ആക്രമണമായിരുന്നു അവിടെ ഉണ്ടായത് എന്നാണ് ഇവരുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. വാഹനങ്ങൾ തകർത്തിട്ടുണ്ട്. ഇപ്പോൾ നേരത്തെ കണ്ട ഒരു കാറിൻ്റെ ദൃശ്യം, അതിൻ്റെ ബോണറ്റിൽ പലയിടത്തായി വെട്ടിയത് കാണാം. ഗ്ലാസുകളെല്ലാം അടിച്ചു പൊട്ടിച്ചതായി കാണാം. ചെറിയ നിലയിലുള്ള ഒരു ആക്രമണം ആയിരുന്നില്ല അവിടെ നടന്നത്. 6 വാഹനങ്ങൾ അടിച്ചു തകർത്തു എന്താണ് രാഹുൽ റിപ്പോർട്ട് ചെയ്യുന്നത്. 12 മണി സമയത്ത് ഈ പടക്കിൻ്റെ സൗണ്ട് കേട്ടാണ് പുറത്തിറങ്ങിയത്. അപ്പോഴേക്കും എൻ്റെ മോൻ ഇറങ്ങി വന്നപ്പോഴത്തേക്ക് ഈ വണ്ടി അടിച്ച് പൊട്ടിച്ചിട്ട് അവർ പോയായിരുന്നു. എൻ്റെ മകൻ അവൻ്റെ ബൈക്ക് എടുത്ത് പുറകെ പോയി ചെന്നപ്പോഴത്തേക്ക് തിരിച്ച് എൻ്റെ മകൻ അടിക്കാനായിട്ട് അവന്മാർ തിരിച്ച് വന്നപ്പോൾ അടിക്കാൻ വേണ്ടി വന്നപ്പോഴത്തേക്ക് അതിലൊരു പയ്യൻ പറഞ്ഞു അത് നമ്മളെ ചേട്ടനാണെന്ന് വിളിച്ച് പറഞ്ഞു. അങ്ങനെ അവൻ രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ അവനെ വിട്ടുവരുന്നു. ഒരു 7 പേരെന്തോ ഉണ്ടായിരുന്നു, 2 ഡിയോ വണ്ടിയിൽ 4 3 വെച്ച്. അതെ, എനിക്ക് വേറെ ഒരു തൊഴിലില്ല, വണ്ടി ഓടിയാ ജീവിക്കുന്നത്. ഗ്ലാസ് പിന്നെ ഫ്രണ്ട് ടാപ്പെല്ലാം കുത്തി കയറി. രാഹുൽ ജി നാഥ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. അവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ കൂടുതലായി കാണുമ്പോൾ തന്നെ ഭയപ്പെടുന്ന ഒരു അന്തരീക്ഷമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് എന്നത് വ്യക്തമാവുകയാണ്. രാഹുൽ, കേൾക്കുമ്പോൾ സാധാരണ നിലയിൽ അവിശ്വസനീയമായി തോന്നാം ഈ ആക്രമണത്തിന്റെ കഥ കേൾക്കുമ്പോൾ, പക്ഷേ അവിടുത്തെ ദൃശ്യങ്ങൾ കാണുമ്പോൾ അത് യാഥാർത്ഥ്യമാണ് എന്ന് വ്യക്തമാകുന്നുമുണ്ട്. ഈ സംഘത്തെക്കുറിച്ച് എന്തെങ്കിലും സൂചനകളുണ്ട്? അതിലേക്ക് ആദ്യം പോയാൽ ഈ നാട്ടിൽ എങ്ങനെ ജീവിക്കും എന്നുള്ള ഒരു ചോദ്യമാണ് നാട്ടുകാർ ഇന്നലെ മുതൽ ചോദിക്കുന്നത്. മുൻപും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ നാടുമായി ബന്ധപ്പെട്ട്. പോലീസ് വരികയും അങ്ങനെ ഗുണ്ടകളുടെ ഒരു പ്രശ്നം ഉണ്ടാകുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇതിപ്പോൾ കൈവിട്ടു പോയിരിക്കുകയാണ്, രൂക്ഷമായിരിക്കുകയാണ്. ദൃശ്യങ്ങൾ കാണാം, നമ്മൾ കാണിച്ച ദൃശ്യങ്ങൾ ഇത് തന്നെയാണ്. എത്രമാത്രം മാരകമായ ഒരു അതിക്രമമാണ് നടന്നത് എന്നതിൽ നിന്ന് വ്യക്തമാകും. കാരണം കാറിന്റെ മുഴുവൻ ചില്ലുകളും തല്ലി പൊളിക്കുന്നു, ഒപ്പം വാള് വെച്ച് ബോണറ്റിൽ ആഞ്ഞാഞ്ഞ് വെട്ടുന്നു. അപ്പോൾ ഏത് മാനസികാവസ്ഥയിലാണ് ഇന്നലെ ഇവിടെ എത്തിയ ആ 8 പേർ, ആ ഗുണ്ടാ സംഘം എങ്ങനെയാണ് പെരുമാറിയത് എന്ന് ഈ ദൃശ്യങ്ങളിൽ നിന്ന് വളരെ വളരെ വ്യക്തമാണ്. കാരണം ഈ പ്രദേശത്തിന് 1 കിലോമീറ്റർ പരിധിയിലുള്ള 6 വാഹനങ്ങൾ, പല സ്ഥലത്തുണ്ടായിരുന്ന 6 വാഹനങ്ങളാണ് ഇത്തരത്തിൽ തല്ലി തകർത്തിരിക്കുന്നത്. ഈ ഗുണ്ടകൾ എത്തിയ തൊട്ടടുത്തുണ്ടായിരുന്ന വാഹനങ്ങളല്ലേ രാഹുൽ? ഇത് പല സ്ഥലത്തായിട്ടാണോ? കടയുടെ തൊട്ടടുത്തുണ്ടായിരുന്ന വാഹനങ്ങളല്ലേ? അല്ല, കട എന്ന് പറയുന്നത് ഏതാണ്ട് 1.5 കിലോമീറ്റർ അപ്പുറത്താണ് ഈ കട സ്ഥിതി ചെയ്യുന്നത്. കടയിൽ എത്തുന്നത് 9 മണിക്കാണ്. ഗുണ്ടാസംഘം 9 മണിക്ക് കടയിലേക്ക് എത്തുന്നു. അവിടെ നിന്ന് ആ കടയിൽ പ്രശ്നമുണ്ടാക്കിയ ശേഷം ഗുണ്ടാസംഘം ഏതാണ്ട് 1 മണിക്കൂർ കഴിഞ്ഞ് മാത്രമാണ് ഈ പ്രദേശം, നമ്മളിപ്പോൾ നിൽക്കുന്ന കുടപ്പനക്കുന്നിലെ ഈ പ്രദേശത്തെ ഈ വീട്ടിലേക്ക് എത്തുന്നത്. ഇത് രാജേഷ് എന്ന് പറയുന്ന വ്യക്തിയുടെ വീടാണ്. ഈ ഗുണ്ടാസംഘങ്ങൾ തമ്മിൽ, ഈ രാജേഷിനെതിരെയും പല കേസുകൾ ഉണ്ടായിരുന്നു. ഈ ഗുണ്ടാസംഘങ്ങൾ തമ്മിൽ, ഈ വ്യക്തികൾ തമ്മിൽ വൈരാഗ്യമുണ്ടായിരുന്നു. അതിന്റെ ഭാഗമായി രാജേഷിനെ പുറത്തിറങ്ങാൻ പ്രേരിപ്പിക്കുന്നു, പടക്കമെറിയുന്നു, വീട്ടിലേക്ക് പടക്കമെറിയുന്നു. ആ ശബ്ദം കേട്ടുകൊണ്ടാണ് നാട്ടുകാരെല്ലാം ഭയപ്പെടുന്നത്. അങ്ങനെ രാജേഷ് പുറത്തിറങ്ങാത്ത ഘട്ടത്തിൽ ആ ഗേറ്റിൽ കാണാം, ഗേറ്റിൽ ആഞ്ഞ് വാളുകൊണ്ട് വെട്ടിയിട്ടുണ്ട്. ആ വെട്ടിയ പാടുകളും ഗേറ്റിൽ നമുക്ക് കാണാം, നമ്മൾ ആ ദൃശ്യങ്ങൾ കാണിച്ചതാണ്. അങ്ങനെ രാജേഷ് പുറത്തിറങ്ങാത്തതിന്റെ പ്രകോപനത്തിന്റെ ഭാഗമായാണ് ഇത്തരത്തിൽ വീടിന് മുന്നിൽ കിടന്ന ഈ 2 വാഹനങ്ങൾ, തൊട്ടപ്പുറത്തുള്ള ഓട്ടോറിക്ഷ, പിന്നീട് ഇവർ കടന്നുപോയ വഴിയിൽ ഉണ്ടായിരുന്ന 1-2 വാഹനങ്ങളും തല്ലി തകർക്കുന്നുണ്ടെന്നാലും വലിയ ആശങ്കയാണ് ഇവിടുത്തെ ആളുകൾ. 3 വാഹനങ്ങളും ഈ ഇവർക്ക് തർക്കമുള്ള രാജേഷിന്റേതായിരുന്നു. ആ വാഹനങ്ങളൊന്നും അങ്ങനെയല്ല. രാജേഷിന്റെ വാഹനം ഒരു ബൈക്ക് മാത്രമാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് വീടിന്റെ കോമ്പൗണ്ടിനകത്തുണ്ട്. ആ ഒരു കോമ്പൗണ്ടിനകത്തുള്ള ബൈക്ക് തകർത്തിട്ടുണ്ട്. പക്ഷേ ഈ വാഹനങ്ങളൊക്കെ മറ്റുള്ള ആളുകളുടേതാണ്. തൊട്ടപ്പുറത്തുള്ള ഓട്ടോ ഡ്രൈവർ നമ്മളോട് പ്രതികരിച്ചിരുന്നു. അവർ ഉപജീവനത്തിന്റെ മാർഗമാണ്. അതുപോലും തല്ലി തകർക്കുന്ന നിലയിലേക്ക്, അതായത് ഇവർ ആരെ തേടി എത്തിയോ അയാളുമായി ബന്ധമില്ലാത്ത വാഹനങ്ങൾ ഉൾപ്പെടെ തല്ലി തകർക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട്. എന്തായാലും വലിയ രാജേഷിനെ ആക്രമിക്കാൻ വേണ്ടി വന്ന വഴിയിലാണ് ഈ പഴം വേണ്ടത്ര പഴുത്തില്ല എന്ന് പറഞ്ഞ് കടയിൽ ആദ്യം പ്രശ്നം ഉണ്ടാക്കുന്നത് അല്ലേ? ഈ രാജേഷിനെ തിരഞ്ഞു വന്ന ഒരു സംഘമായിരിക്കും. അവർ ആലോചിച്ചുറപ്പിച്ച ആക്രമണത്തിന് വേണ്ടി തയ്യാറായി. ഇപ്പോൾ അമ്മ സംസാരിക്കുമ്പോൾ പറയുന്നല്ലോ, ആയുധങ്ങൾ ഉണ്ടായിരുന്നു, വാളുൾപ്പെടെ അവരുടെ കൈവശം ഉണ്ടായിരുന്നു എന്ന്. അപ്പോൾ ഈ രാജേഷിനെ തേടി വന്ന വഴിയിലാണ് ആദ്യത്തെ സംഭവം, പഴം വേണ്ടത്ര പഴുത്തില്ല എന്ന് പറഞ്ഞ് കടയുടമയെ വെട്ടിയ സംഭവം ഉണ്ടായത്. കൃത്യമായി പറഞ്ഞാൽ ഇവർ കുടപ്പനക്കുന്ന് പ്രദേശത്തേക്ക് 8 പേർ 3 ഇരുചക്ര വാഹനങ്ങളിലെത്തുന്നു. ആദ്യം അവർ ഇവിടെ നിന്ന് ഏതാണ്ട് 1 കിലോമീറ്റർ അപ്പുറത്തുള്ള കട നിൽക്കുന്ന ഭാഗത്ത് ഇറങ്ങി കടയിൽ നിന്ന് ആദ്യം സിഗരറ്റ് വാങ്ങി പണം തിരികെ നൽകുന്നു. പിന്നീടാണ് പഴം ആവശ്യപ്പെടുന്നത്. പഴം ആവശ്യപ്പെടുമ്പോൾ കടക്കാരൻ ചോദിച്ചത് അത് പഴുത്തില്ലല്ലോ, പിന്നെ എങ്ങനെ തരാൻ കഴിയും എന്ന ചോദ്യം ചോദിക്കുന്നു. അതിൽ പ്രകോപിതരാകുന്നു. അവർ മുഴുവൻ പഴക്കൊലയും വെട്ടി താഴെയിടുമെന്ന് പറയുന്നു. ചെറുക്കാനെത്തിയപ്പോൾ ആ കടയുടമയെ വെട്ടുകയാണ് ചെയ്തത്. പിന്നാലെയാണ് നമ്മോട് പ്രതികരിച്ച അമ്മ, ഈ കടയുടമയുടെ
ഭാര്യ ചേർത്തപ്പോൾ അവർ മടങ്ങിപ്പോയത്. അപ്പോഴും ആയുധങ്ങൾ കയ്യിൽ കരുതിയിരുന്നു എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അവരുടെ ലക്ഷ്യം അത് ഈ സ്ഥലമായിരുന്നു. ഈ സ്ഥലത്തേക്ക് പിന്നീട് അവർ എത്തുന്നു. ഏതാണ്ട് 1 മണിക്കൂർ ഒരു ഇടവേളയുണ്ട്. അതിനുശേഷം ഇവർ ഇവിടേക്ക് എത്തുന്നു. ഇവിടേക്ക് എത്തിയ ശേഷം രാജേഷിനെ പ്രകോപിപ്പിക്കുന്നു, പുറത്തേക്ക് ഇറങ്ങി വരാൻ പറയുന്നു, പടക്കം എറിയുന്നു, വലിയ ശബ്ദത്തിൽ ആ പടക്കം പൊട്ടുന്നു. ശേഷം ഗേറ്റിൽ ആഞ്ഞാഞ്ഞു വെട്ടുന്നു. രാജേഷ് ഇറങ്ങാൻ തയ്യാറാകാത്ത ഘട്ടത്തിലാണ് ഇത്തരത്തിൽ പുറത്തു വിടുന്ന വാഹനങ്ങളെല്ലാം തല്ലി തകർത്തുകൊണ്ട് ഈ സംഘം പോകുന്നത്. തൊട്ടപ്പുറത്തൊരു ഓട്ടോറിക്ഷ തല്ലി തകർത്തപ്പോൾ അത് ചെറുക്കാൻ ചെന്ന ഒരാളെയും ആക്രമിക്കാൻ ശ്രമിച്ചു ഇവർ. എന്തായാലും പോലീസിനെ വിളിക്കുമെന്ന് പറഞ്ഞ ഘട്ടത്തിലാണ് ഇവർ എന്തായാലും രക്ഷപ്പെട്ടത്. മണ്ണന്തല പോലീസ് നിലവിൽ ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല. 7 പേരെ സംശയമുണ്ട് എന്ന് മാത്രമാണ് പറയുന്നത്. ഞാൻ സൂചിപ്പിച്ചത് വലിയ ആശങ്കയാണ് നാട്ടുകാർ പങ്കുവയ്ക്കുന്നത്. എത്രമാത്രം ഭീതിയിലാണ് നിങ്ങൾ? ഞങ്ങൾ വളരെയധികം ഭയാനകമായ രീതിയിലാണ് ഈ പ്രദേശത്തുള്ള ആൾക്കാരും ഞങ്ങളെല്ലാവരും. ഇത്രയും കാലമായിട്ട് ഇങ്ങനൊരു സംഭവം ഇവിടെ ഉണ്ടായിട്ടില്ല. ഈ നാട്ടിൽ എല്ലാവരും സമാധാനപരമായി ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് പ്രണതി റെസിഡൻസ് അസോസിയേഷൻ്റെ ഈ മേഖല. അപ്പോൾ ഇന്നലെ രാത്രി ഒരു 11:30 മണിക്കാണ് 11:30 മണി കഴിയും എനിക്കൊരു ഫോൺ കോൾ വരുന്നു. അടുത്തൊരു വീട്ടിൽ നിന്നൊരു ഫോൺ കോൾ വന്ന് ഇങ്ങനെ ഇവിടെ ഒരു ബോംബ് ശബ്ദം കേട്ടു, എന്തോ ഭയങ്കരമായിട്ട് ശബ്ദം കേൾക്കുന്നു, ആൾക്കാർ ബഹളം ഉണ്ടാക്കുന്നു, ചീത്ത വിളിക്കുന്നു, സഫിയൊക്കെ വിളിച്ച് പറയുന്നു, ഇറങ്ങി വാടാന്നും പറഞ്ഞുകൊണ്ടൊക്കെ വിളിക്കുന്നു. ഈ രാജേഷിൻ്റെ വീട്ടിൻ്റെ മുന്നിലാണ് നടക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ എന്നെ ഞാൻ മണ്ണന്തല CA വിളിച്ച് പറഞ്ഞു. CA വിളിച്ചപ്പോൾ CA പറഞ്ഞ് ഞങ്ങൾ ആ ഭാഗത്ത് ഇവിടെ സ്റ്റേഷൻ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെയാണ് അറിയുന്നത് 9:30 മണിക്ക് മുമ്പായിട്ട് നമ്മളിവിടെ, അതായത് 9 മണിക്ക് കടയുടമയ്ക്ക് വെട്ടേൽക്കുന്നു. അതിനുശേഷവും അവർ ഈ പ്രദേശത്ത് കറങ്ങി നടക്കുകയാണ്. പോലീസ് ഭാഗത്ത് അത് ഉണ്ടായിട്ടില്ല. അതാണ് ഞാൻ പറഞ്ഞത്. 9 മണിക്ക് അവിടെ നടന്നു. അവിടെ നിന്ന് 1 കിലോമീറ്റർ ഭാഗമേ ഇവിടെ ഉള്ളൂ. അപ്പോൾ ഈ ഭാഗത്ത് ഒരു പെട്രോളിങ് ആ സമയത്ത് തന്നെ ഒക്കെ ഈ ഭാഗങ്ങളിലൊക്കെ ഒന്ന് ഉണ്ടാക്കിയിരുന്നുവെങ്കിൽ ഈ ഒരു പ്രശ്നം ഒഴിവാക്കാൻ പറ്റുമായിരുന്നു. അപ്പോൾ അവിടെ നിന്നൊരു 11:30-11:45 കൂടിയാണ് ഈ പ്രദേശത്ത് വന്നിട്ട് ഈ രാജേഷിൻ്റെ വീട്ടിൻ്റെ അവിടെ വന്നിട്ട് ബോംബ് എറിയുന്നതും ഈ ഇവിടെ ഈ ആൾക്കാർ പാർക്ക് ചെയ്തിരുന്ന വാഹനങ്ങളെല്ലാം തന്നെ തല്ലിപ്പൊളിക്കുന്നതും ഇതൊക്കെ ഉണ്ടാവുന്നത്. ഈ ബോംബാണ് എന്നുള്ളത് ആരാണ് പറഞ്ഞത്? ശബ്ദം കേട്ടോ, പടക്കത്തിന്റെ ശബ്ദം ഭയങ്കര ഉച്ചത്തിലുള്ള ശബ്ദമാണ് കേട്ടത്. ആ ശബ്ദം കേട്ടാണ് നാട്ടുകാർ മൊത്തം ഉണർന്നത്. അത് ഞാനിവിടെ ഒരു 1/2 കിലോമീറ്ററിനകത്താണ്. അവിടെ എൻ്റെ വീട്ടിൽ വരെ ഈ ശബ്ദം കേട്ടപ്പോൾ നമ്മൾ സാധാരണ എന്തെങ്കിലും ദീപാവലിക്ക് പൊട്ടിക്കുന്ന ആ ഒരു ഇതിലാണ് നമ്മൾ ചിന്തിച്ച് നോക്കിയത്. ഒരു പടക്ക ശബ്ദമാണ് കേട്ടത്. അപ്പോൾ ഇതൊരു രാജേഷിനെതിരെ മുമ്പും കേസുകൾ ഉണ്ടായിട്ടുണ്ടല്ലേ? നിങ്ങളുടെ ഉണ്ടായിരുന്നു. മുമ്പ് രാജേഷ് ഇപ്പോൾ ജയിലിലൊക്കെ ആയിരുന്നു കുറച്ചാളുണ്ട്. അപ്പോൾ കുറച്ചാൾ ഇറങ്ങിയതിന് ശേഷം പിന്നെ വലിയ പ്രശ്നമില്ലായിരുന്നു. മുമ്പ് ഇതേപോലുള്ള ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി ജയിലിൽ കുറേ കാലം ജയിലിൽ കിടന്ന ഒരാളാണ്. എന്തായാലും ഇന്നലെ രാത്രി തൊട്ടയൽവാസി രാജേഷ് എന്ന് പറഞ്ഞ ആളുടെ വീടിന് തൊട്ടയൽവാസി വലിയ ശബ്ദമാണല്ലേ രാത്രി കേട്ടത്? 3-4 സൗണ്ട് കേട്ടു. 3-4 വട്ടം സൗണ്ട് കേട്ടു. അപ്പൊ തന്നെ ഇറങ്ങി നോക്കിയോ? ഇറങ്ങി നോക്കിയില്ല. പിന്നെ വീട്ടിനകത്ത് തന്നെ നിന്ന് പേടിയായി. നമ്മൾ ഇറങ്ങി വന്ന ചിലപ്പോൾ നമുക്കും പറ്റുള്ളൂ എന്നുകൊണ്ട് നമ്മൾ ഇറങ്ങിയില്ല. ഈ ജനാലിലൂടെ എവിടെ ഏത് സ്ഥലത്ത് നോക്കിയോ? പുറത്തേക്ക് നോക്കി. നമ്മുടെ വീടിന്റെ സൈഡിലാണ് സൗണ്ട് കേട്ടു. ഈ കാറൊക്കെ ആരുടെയാണ് ഇപ്പൊ? ഈ കാറ് രാജേഷിന്റെ, പിന്നെ ഓട്ടോറിക്ഷ അവിടെ വീട്ടിലെ. ഈ രാജേഷിന്റെ അല്ലാത്ത വാഹനങ്ങളും തല്ലി തകർത്തു. സ്ഥിരമായി പ്രശ്നം ഉണ്ടാകാറുണ്ട് ഇവിടെ? മിക്കവാറും ഇങ്ങനെ പ്രശ്നം ഉണ്ടാവും. വല്ലാത്തൊരു ഭയത്തിലാണ് ഇവിടെ. നമുക്ക് ഏത് സമയത്തും അറ്റാക്ക് വരുമെന്നുള്ള രീതിയിൽ നമ്മൾ ജീവിക്കുന്നു. കാരണം പോലീസ് ഇപ്പോൾ ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല. 7 പേർ സംശയമുണ്ടെന്ന് മാത്രമാണ് മണ്ണന്തല പോലീസ് നമ്മൾ വിളിച്ചപ്പോഴും പ്രതികരിക്കുന്നത്. അതെന്തായാലും നടപടി ഉണ്ടാകാത്തതെന്നാ തോന്നുന്നത്. അതാണ് ഞങ്ങൾ നോക്കുന്നത്. ഇന്നലെ ഇത്രയും സംഭവം ഉണ്ടായിട്ടും ഇവർ ഈ ഭാഗത്തൂടെയൊക്കെ വാളും മറ്റൊക്കെ 4 പേര് വെച്ച് വണ്ടിയിൽ പോയിട്ടും പോലീസ് പെട്രോളിങ് ശക്തമല്ലാത്തത് കൊണ്ടാണ് ഇത് നടക്കുന്നത്. പോലീസ് അത് ഊർജിതമായ രീതിയിൽ അത് അന്വേഷിച്ചില്ല. ഇവിടെ തന്നെ ഞങ്ങൾ ആ സമയത്ത് ഇവിടെ കുറച്ച് ആൾക്കാർ, ഈ പ്രദേശത്ത് അല്ലാത്ത ആൾക്കാർ, ഈ പ്രദേശത്ത് പയ്യന്മാർ കുറേ പേരുണ്ടായിരുന്നു. അത് ഞങ്ങൾ പോലീസിനെ ശ്രദ്ധയിൽപ്പെടുത്തിയായിരുന്നത്. എന്നിട്ടും പോലീസ് അതിനവർ ഇതായിട്ട് കാണാതെ പോവുകയാണ് ചെയ്തത്. എന്താണെന്നുള്ളത് തന്നെ അറിയില്ല. പോലീസ് ഇതുവരെ അത് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഉടനെ തന്നെ അറസ്റ്റ് ചെയ്യും. അവർക്ക് ഏതാണ്ട് ഇതൊക്കെ കിട്ടിയിട്ടുണ്ടെന്ന് പറയുന്നതല്ലാതെ ഇതുവരെ അറസ്റ്റ് ചെയ്തു. CCTV ഞങ്ങളിപ്പോൾ ഒരു റിപ്പോർട്ട് ഇപ്പോൾ എടുത്തിട്ടുണ്ട്. അത് ഇവിടെയല്ല, ഞങ്ങൾ തൊട്ട് താഴെ ഒരു കാർ പൊളിക്കുന്നത് അതിൻ്റെ ഒരു റിപ്പോർട്ട് എടുത്ത് അവർക്ക് കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഇത് തന്നെയാണ്, പോലീസ് ഇവർക്ക് ഒരു സുരക്ഷിതത്വം ഒരുക്കുന്നു, ആ പിന്തുണ നൽകുന്നില്ല എന്നുള്ള പരാതിയും ഇവർ ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും ശരി, നാട്ടുകാർ നേരത്തെയും പരാതിപ്പെട്ടിരുന്നു. ഇത്തരം ആശങ്ക അവർക്ക് നേരത്തെയും ഉണ്ട്. തിരുവനന്തപുരത്ത് ഇത് ആദ്യത്തെ സംഭവമല്ല. സമാനമായ നിരവധി സംഭവങ്ങൾ നേരത്തെയും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്.